24 ആലപ്പുഴ പ്രേക്ഷക സമ്മേളനത്തിൽ വെച്ച് വിമാനത്തിൽ യാത്ര ചെയ്യണമെന്ന ആഗ്രഹം പങ്കുവച്ച ആലപ്പുഴ സ്വദേശിനി ഗീത ദുബായിലെത്തി. ഓഡിറ്റർ മണി ആനന്ദ ശിവമാണ് യാത്രയുടെ ചിലവ് ഏറ്റെടുത്ത് ഗീതയുടെ ആഗ്രഹം നിറവേറ്റിയത്. സ്വപ്നം കണ്ട മനോഹര യാത്ര സ്വപ്നവേഗത്തിൽ യാഥാർത്ഥ്യമായതിന്റെ ത്രില്ലിലാണ് ഗീത. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുലർച്ചെ ദുബായിൽ വിമാനമിറങ്ങിയതിന്റെ കൗതുകം തരിമ്പ് കുറഞ്ഞിട്ടില്ല. ദുബായ് മാളും ബുർജ് ഖലീഫയും ഉൾപ്പെടെ കൺമുന്നിൽ അത്ഭുതപ്പെടുത്തി നിരന്നു നിൽക്കുകയാണ് ഭൂമിയിലെ സ്വർഗരാജ്യം. ഇത്രയും സുന്ദരമായൊരു രാജ്യമായിരുന്നു ദുബായ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് കാണാൻ പറ്റിയതിൽ മണി സാറിനെയും ശ്രീകണ്ഠ സാറിനെയും സുജിത്തിനെയൊക്കെ ഞാൻ നമിക്കുകയാണ് അവർ. ഞാനിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമുക്കിത് വന്ന് കാണാൻ പറ്റുമെന്ന് നമ്മൾ എന്താ പറയുക, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ദുബായ് അക്വേറിയം കണ്ടും മെട്രോയിൽ യാത്ര ചെയ്തും ആദ്യ ദിനം ഗീത മനോഹരമാക്കി. ആലപ്പുഴ സ്വദേശി ഗീതയുടെ ജീവിതകഥയും ആഗ്രഹവും 24 റിപ്പോർട്ടർ അശ്വിൻ പാലാഴി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് പുറത്തെത്തിച്ചത്. അന്ന് ആ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ഓഡിറ്റർ മണി ആനന്ദ ശിവമാണ് യാത്രയുടെ ചെലവേറ്റെടുത്ത് ഗീതയുടെ ആഗ്രഹം നിറവേറ്റുമെന്ന് ഉറപ്പ് നൽകിയത്. ഇപ്പോൾ യാത്ര തുടങ്ങിയത് മുതൽ എല്ലാറ്റിനും കൂട്ടായി മണി ആനന്ദ ശിവന്റെ ശങ്കരൻ മൂർത്തി ചാർട്ടേഡ് അക്കൗണ്ടൻസിലെ ജീവനക്കാരായ ഫൈസലും അജുലും ഗീതയ്ക്കൊപ്പമുണ്ട്. ഞാൻ ഓർത്ത് എന്ത് ചെയ്യും, ആരെങ്കിലും കൂട്ടില്ല. അപ്പം ശ്രീകണ്ഠ സാറും പറഞ്ഞ് വന്ന അവർ പിള്ളേർ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തിനാ കള്ളത്തരം പറയണം? അവരെൻ്റെ മക്കളെപ്പോലെ അവരെന്നെ പിടിച്ച് എല്ലായിടവും കൊണ്ടു നടന്ന് ഇപ്പം ഈ വേൾഡിലെ ഏറ്റവും വലിയ ഇതെന്ന് നേരത്തെ പറഞ്ഞ് അതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിലൊരു വലിയ ഭാഗ്യം. നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ വന്നുവെന്ന തോന്നലാണ് തങ്ങൾക്കെന്നും ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെ ദുബായിലെ എല്ലാ മനോഹര കാഴ്ചകളും കണ്ടു തീർത്തേ തിരിച്ചയക്കൂവെന്നും ഫൈസൽ പറയുന്നു. ഇപ്പം നമ്മളിപ്പം ചേച്ചിനെ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള നമ്മളൊരു കൂട്ടത്തിൽ കുടുംബത്തിലുള്ള ഒരാൾ വന്ന പോലെയാണ്. ആ രീതിയിൽ തന്നെയാണ് ചേച്ചി ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ നമുക്ക് ദുബായ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചയക്കണം, സന്തോഷത്തോടെ തിരിച്ചയക്കണം എന്നാണ് വിചാരിക്കുന്നത്. സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് അറിയില്ലെന്ന് പറയുമ്പോൾ ഗീതയുടെ മനസ്സ് നിറയുന്നത് നേരിട്ട് അനുഭവിച്ചറിയാമായിരുന്നു. എനിക്ക് ഒരുവിധപ്പെട്ട ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ദുബായ് ജോലിക്ക് വരുന്നവരും അല്ലാതെ വരുന്നവരെയും കണക്കിന് ഞാൻ 100% ഭാഗ്യവതിയാണ്, സന്തോഷവതിയാണ് ഈ ഒരു കാര്യത്തിൽ. Dubái.